സാറേ, പിടിവിടാനാ പറഞ്ഞത്. ഇത് കോടതിയാണ്, ഇത് വേറെ കേസാകും. ജയിലിലേക്ക് പോണോ നിനക്ക്? നിനക്ക് എന്തെങ്കിലും തീർക്കാനുണ്ടെങ്കിൽ അത് മതിൽക്കെട്ടിന് പുറത്ത്. നീ എന്തൊക്കെയാ കാണിക്കുന്നേ? നിങ്ങൾക്കറിയില്ല എന്റെ അമ്മി പെങ്ങളെ കോപമോൾ ഇവൻ. വിട്, നീ എന്ത് മണ്ടത്തരോ കാട്ടുന്നത്? വിട്, എല്ലാം ശരിയാക്കാം. നീ വാ, നമുക്ക് പോകാം. നടക്ക്. എന്താ സിദ്ധാർത്ഥിന്റെ ഇനിയുള്ള പ്ലാൻ? ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ എന്റെ മനസ്സാകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാ. അത് വെച്ച് എന്ത് തീരുമാനമെടുത്താലും തെറ്റുന്നു. അഴിക്കും തോറും കെട്ടുകൾ മുറുകുന്നു. കേൾക്കാനൊരു സുഖമൊക്കെ ഉണ്ട്, ഒരു സാഹിത്യ പ്രയോഗത്തിന്റെ ഭംഗിയുണ്ട്. പക്ഷേ നാട്ടുഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള തീരുമാനം എടുക്കും, ഇയാളുടെ പാട് നോക്കിപ്പോ എന്നല്ലേ അർത്ഥം? അങ്ങനെയല്ല സർ. തലയിൽ തൊപ്പിയുടെ കനവും തോളത്ത് നക്ഷത്രങ്ങളുടെ പ്രൗഢിയുമുള്ള ഹരിശങ്കർ IPS അല്ല സിദ്ധാർത്ഥിന് മുന്നിൽ നിൽക്കുന്നത്. സൽപ്പേരും ഭാവി ജീവിതവും നിനക്ക് മുന്നിൽ പണയം വെച്ച മാനസ എന്ന പെൺകുട്ടിയുടെ സഹോദരനായിട്ടാ. അറിയില്ലല്ലോ നിനക്കിപ്പോ എന്ത് ചെയ്യണമെന്ന്. ജീവിതത്തിൽ ഒരു പുരുഷനുണ്ടെങ്കിൽ അത് സിദ്ധാർത്ഥൻ മാത്രമായിരിക്കുമെന്ന് എന്റെ പെങ്ങൾ നാട്ടുകാരെയും ബന്ധുക്കളെയും സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞിട്ടിപ്പോ ദിവസങ്ങളായി. ഒരാളെ കുത്തിമലർത്തിയിട്ട് ശരീരം മുഴുവൻ ചോരയുമായി അവിവാഹിതയായ ഒരു പെൺകുട്ടിയുടെ മുറിയിൽ നീ അഭയം തേടുമ്പോ നിന്നെ പോലീസിന് വിട്ടുകൊടുക്കണ്ട എന്നൊരു തീരുമാനത്തിലെത്താൻ അവൾക്ക് പക്ഷേ 2 നിമിഷം തികച്ചു വേണ്ടി വന്നില്ല. കൊല്ലാൻ ശ്രമിച്ചത് തന്റെ പ്രതിസുത വരണയാണെന്ന് അറിഞ്ഞിട്ടും ആ തീരുമാനത്തിൽ ഒരിളക്കം ഉണ്ടായില്ല. ജീവന്റെ ജീവനായി സ്നേഹിക്കുന്ന ഏട്ടനടക്കമുള്ളവർ എതിരാകുമെന്നറിഞ്ഞിട്ടും നീതിയുടെ പക്ഷത്ത് നിൽക്കാനായിരുന്നു അവളുടെ തീരുമാനം. ആ ഒരു തീരുമാനത്തിന്റെ പേരില ഒരു ജനസമൂഹത്തിന് മുന്നിൽ അവൾ തൊലിയൊരിക്കപ്പെട്ട് നിൽക്കേണ്ടി വന്നത്. അപരിചിതനായ യുവാവിനെ മുറിയിൽ ഒളിപ്പിച്ചതിന്റെയും കൂടെ ഉറക്കിയതിന്റെയും കഥകൾ പറഞ്ഞു തീർന്നിട്ടില്ല നാട്ടുകാർ. ആയുധം നഷ്ടപ്പെട്ട യോദ്ധാവിനെ പോലെ നിന്റെ മുമ്പിൽ ഇങ്ങനെ നിസ്സഹായനായി നിൽക്കേണ്ട ആളല്ല ഹരിശങ്കർ. എന്നിട്ടും ഞാൻ അങ്ങനെ നിൽക്കുന്നുവെങ്കിൽ അത് എന്റെ അനിയത്തിയുടെ ഭാവിയെ കരുതി മാത്രമാണ്. സംയമനം ദുർബലതയായി തെറ്റിദ്ധരിക്കരുത് സിദ്ധാർത്ഥ. അങ്ങനെയൊന്നും ഞാൻ കരുതിയിട്ടില്ല സർ. ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് എല്ലാവർക്കും നന്മയുണ്ടാകുന്നതാകണമെന്ന് മാത്രമാണ് എന്റെ ആഗ്രഹം. എല്ലാവർക്കും നന്മ വരുത്തുന്ന ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ ദൈവത്തിന് പോലും ആവില്ല സിദ്ധാർത്ഥ. നിനക്കൊപ്പം നിൽക്കാൻ മാനസ തീരുമാനിച്ചപ്പോ കൈവിട്ടു പോയെന്ന് കരുതി ജീവിതവാ നിന്റെ പെങ്ങൾക്ക് മടക്കി കെട്ടിയത്. പകരം തട്ടിത്തൂവി പോയത് എന്റെ അനിയത്തിയുടെ ഭദ്രമായിരുന്ന ജീവിതവും. ഇനിയും നിനക്ക് എത്ര സമയം വേണമെന്ന് പറയാം. കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം എന്നെ ഇവിടെ എത്തിച്ചു നിർത്തിയിരിക്കുന്നത് എന്റെ ജീവന്റെ പാതിയായ മാനസയാണ്. സമയത്തെപ്പറ്റി കൃത്യമായൊന്നും എനിക്കിപ്പോ പറയാനാവില്ല സർ. കാരണം എന്റെ ജീവിതം ഇപ്പൊ അങ്ങനെയൊക്കെയാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല സിദ്ധാർത്ഥ. അതൊരു പോലീസ് ഓഫീസർക്ക് വരച്ചു വെച്ച അധികാരത്തിന്റെയും നിയമത്തിന്റെയും വൃത്തങ്ങൾക്കുള്ളിൽ നിന്നാവില്ല.
എന്ത് പറ്റി മൈന? ഏയ് മൈന, അവിടെ നിൽക്കേ. എന്താ മൈന? എനിക്ക് നിന്നോട് സംസാരിച്ചേ തീരൂ. അതിനുവേണ്ടി നിന്നെ വിളിച്ചു വരുത്തിയത്. പക്ഷേ ഇപ്പൊ എനിക്കറിയണം നിനക്ക് എന്ത് പറ്റിയെന്ന്. ഇങ്ങനൊന്നും വേണ്ട സിദ്ധാർത്ഥ. നമ്മൾ തമ്മിൽ ഇങ്ങനൊന്നും വേണ്ട. നീ എന്താ മൈന ഈ പറയുന്നേ? നമുക്കെല്ലാം മറക്കാം സിദ്ധാർത്ഥ. മൈനെ സിദ്ധാർത്ഥ മുമ്പ് കണ്ടിട്ടില്ല. സിദ്ധാർത്ഥ മൈനെ എന്താ മൈന നീ പറഞ്ഞേ? നീ ഇപ്പൊ എന്താ പറഞ്ഞെന്ന്? സിദ്ധാർത്ഥനെ മൈന മറക്കാനോ? മൈനെ സിദ്ധാർത്ഥ മറക്കാനോ? ഈ കടൽ തീരത്തെ മണൽത്തരി പോലെ എളുപ്പത്തിൽ മായ്ച്ചു കളയാനുള്ളതാണോ മൈന ഹൃദയത്തിൽ എഴുതിയത്? വേണ്ട സിദ്ധാർത്ഥ, വേണ്ട. നമ്മൾ തമ്മിൽ ഇനി ഇങ്ങനെയൊന്നും വേണ്ട. ഇനി ഇങ്ങനെയൊന്നും ആയിക്കൂടാ. പക്ഷേ എന്തുകൊണ്ട് മൈന? എന്തുകൊണ്ട്? ഒരുപാട് ഹൃദയങ്ങൾ വേദനിക്കാതിരിക്കെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ എഴുതിയത് മായ്ച്ചു കളയാൻ സിദ്ധാർത്ഥ. എന്നേക്കുമായി. സിദ്ധാർത്ഥനെ ഞാൻ പരിചയപ്പെടുത്ത് എത്ര നാളായി? കൂടിപ്പോയ 2 മാസം. എന്നാ സിദ്ധാർത്ഥന് മുന്നിൽ നിൽക്കുന്ന ഈ മൈനയെ മൈനയാക്കിയത് മാനസയും അവളുടെ കുടുംബവും കൂടിയാ. തെരുവിലേക്ക് ഇറങ്ങിയപ്പോ തല ചായ്ക്കാൻ ഒരു തണൽ അവർ വച്ച് നീട്ടിയില്ലായിരുന്നെങ്കിൽ മൈന ഇന്നില്ല. 1000 ജന്മം എടുത്താലും തീരില്ല അതിന്റെ കടം. മാനസയുടെയും ഹരിയേട്ടന്റെയും ഒക്കെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി ജീവൻ കൊടുക്കാനും ഈ മൈന തയ്യാറാ. ആ മൈനയായിട്ട് അവരെയൊക്കെ വേദനിപ്പിക്കാനോ? ഇല്ല സിദ്ധാർത്ഥ, ഇല്ല. പിന്നെ ഈ മൈനയെ എന്തിനു കൊള്ളാം? അങ്ങനെ ഒരു ജീവിതം ഈ മൈനയ്ക്ക് ഉണ്ടാവില്ല സിദ്ധാർത്ഥ. മൈനയ്ക്ക് ഉണ്ടാവില്ല. മാനസികാണ് സിദ്ധാർത്ഥ ഇപ്പൊ ഒരു ജീവിതം വേണ്ടത്. സിദ്ധാർത്ഥന് കൂടുതൽ യോജിക്കുന്നതും മാനസ് തന്നെയാ. മൈനയ്ക്ക് അങ്ങനെ ഒരുപാട് പൊട്ട മോഹങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്. ജീവിതം തന്നെ അത് മായ്ച്ചു കളഞ്ഞിട്ടുമുണ്ട്. അതിലൊന്നാവട്ടെ ഏതു. മൈനയുടെ ജീവിതം ഇങ്ങനെയൊക്കെ അങ്ങ് തീർന്നോളൂ. ഒരു അനാഥ പെണ്ണിന് ആശിക്കാവുന്നതിലും ഒരുപാട് മുകളിലാ ഇപ്പൊ മൈനയുടെ സ്ഥാനം. ഇതൊക്കെ മതി സിദ്ധാർത്ഥ, ഇതൊക്കെ മതി. സിദ്ധാർത്ഥൻ ഇനി എന്നെ വിളിക്കരുത്. എന്നെ പറ്റി ആലോചിക്കുക പോലും ചെയ്യരുത്. ഞാൻ പോട്ടെ സിദ്ധാർത്ഥ. ആശിച്ചു പോയി ഈ അനാഥ പെണ്ണിന് കൈ എത്തിപ്പിടിക്കാൻ പറ്റാത്ത പലതും. അതൊരു പൊട്ട മോഹമായിരുന്നു എന്ന് അപ്പോഴേ തോന്നിക്കായിരുന്നില്ലേ നിനക്ക്? അർഹതയില്ലാത്ത ഒരു മുട്ടായ കടലാസ് പോലും ആശിക്കാൻ തോന്നിപ്പിച്ചിട്ടില്ലല്ലോ നീ ചെറുപ്പം മുതല്. എന്നിട്ടും എന്തിനായിരുന്നു എന്നെ കണ്ടാ നീ എന്നോട് ഈ ചതി? പൊട്ടിയ കുപ്പിവെള്ള തുണ്ടുകൾ പോലെ മനസ്സിലെ മോഹങ്ങളെല്ലാം പെരക്കി കളഞ്ഞേക്കാൻ ഞാൻ. പക്ഷെ എന്തിനാ കണ്ട എന്നെ സ്നേഹിച്ച കുറ്റത്തിന് ഒരു പാവം മനസ്സുകൂടി ഉടച്ചു കളഞ്ഞു നീ.
മറക്കാൻ പറ്റുന്നില്ലല്ലോ കണ്ണ. തുണയാകണേ നീ. ഏട്ടനൊന്ന് നേരത്തെ പോന്നോ? ആ, ഓഫീസിലിരുന്നപ്പോ വല്ലാത്തൊരു റെസ്റ്റ്ലെസ്നെസ്. നീ കരയായിരുന്നു? കണ്ണിൽ എന്തോ പോയി ഏട്ടാ. നീ പൂജാമുറിയിലായിരുന്നു അല്ലേ? ദൈവങ്ങൾ അങ്ങനെ ചിലപ്പോ നമ്മുടെയൊക്കെ കണ്ണിൽ പൊടിയിട്ട് കളയും. ഏട്ടനറിയാം, ഗൗരിയുടെ വാക്കും പ്രവൃത്തിയൊക്കെ നിങ്ങളെ ഏറെ മുറിപ്പെടുത്തുന്നുണ്ടെന്ന്. സത്യത്തിൽ അവളൊരു പാവ. ഈ പുറമേക്ക് കാണിക്കുന്നൊക്കെ ഉള്ളൂ. അവള് വളർന്ന അങ്ങനെയാ. അതില്ലെങ്കിൽ ഗൗരിയില്ല. നോക്ക്, ഏട്ടന് വേണ്ടി മോളതൊക്കെ പുറത്തു കളയാ. കപ്പൽ ഛേദം വന്ന കപ്പലിലെ കപ്പിത്താന്റെ അവസ്ഥയിലാ ഇപ്പൊ ഏട്ടൻ. ഓരോ ഭാഗത്തുനിന്നായി മുങ്ങിക്കൊണ്ടിരിക്കുക നമ്മുടെ കുടുംബം. ആവലാതിയും സങ്കടവും വിഷമതകളും നിറഞ്ഞ മുഖങ്ങൾ മാത്രമേ ചുറ്റും കാണാനുള്ളൂ. അതിനിടയിൽ ചിരിക്കുന്ന ഒരു മുഖമെങ്കിലും കണ്ടോട്ടെ ഏട്ടൻ. അത് ഈ ഏട്ടന് സാധിച്ചു തരും എന്റെ മോള്. അവൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്നും എനിക്കറിയാം. ഒരു പെണ്ണിനും പൊറുക്കാനാവാത്ത കാര്യങ്ങൾ തന്നെയാ മോളോട് ചെയ്തത്. പക്ഷേ മോൾ അതെല്ലാം പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യണം. വേണമെങ്കിൽ അവന് വേണ്ടി ഞാൻ... വേണ്ടമ്മേ, അമ്മ അത് ചെയ്യരുത്. എന്റെ മനസ്സിലൊന്നുമില്ലമ്മേ. വേണുവേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയ നിമിഷം തന്നെ ഞാൻ പഴയതെല്ലാം ഹൃദയത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു. ഞാൻ ഭാഗ്യവതിയാ മോളെ. ഇത്രയും മനസ്സുള്ള ഒരു പെൺകുട്ടിയെ എന്റെ വേണുവിന് കിട്ടിയല്ലോ. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ എന്റെ അനിയത്തി ഒന്ന് കണ്ടോട്ടെ. ഇവിടെ വെച്ച് അതൊന്നും ശരിയാവില്ല. സിദ്ധാർത്ഥം പോ. ഒരു 5 മിനിറ്റ് ഞാൻ അവളൊന്ന് കണ്ടോട്ടെ. അവള് അടുക്കള വശത്തെങ്ങാനും കാണും. ആ, പെട്ടെന്ന് കണ്ടിട്ട് പോണം. വേണു മറ്റോ കണ്ട ആകെ പ്രശ്നമാവും. പെട്ടെന്ന് കണ്ടിട്ട് പൊക്കോളാം ഞാൻ.
നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? ഞാൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുമായിരുന്നു ഏട്ടാ. ഞാനിവിടെ ആദ്യമല്ലേ. 2 ദിവസം കൊണ്ട് നീയൊക്കെ കോലം കെട്ടു പോയല്ലോ മോളെ. ഏട്ടന് തോന്നുന്നതാ. നീ എന്താ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലേ? ഉണ്ട് ഏട്ടാ. ഈ ഏട്ടന്റെ ഒരു കാര്യം. അവന് നിന്നോടുള്ള പിണക്കൊക്കെ തീർന്നു മോളെ. അഗ്നിസാക്ഷിയായി ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയ പിന്നെ എന്ത് പിണക്കോ ഏട്ടാ. ജീവിതം അങ്ങനെ തൊലച്ചു കളയാൻ മാത്രം മണ്ടനൊന്നും അല്ല വേണു ഏട്ടാ. ഞങ്ങളോടുള്ള പിണക്കം വെച്ച് അവൻ നിന്നെ ഉപദ്രവിക്കാൻ മറ്റോ ചെയ്തോ? ഇല്ല ഏട്ടാ, ആ പിണക്കവും ഇനി മാറിക്കോളും. നിനക്കിവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഏട്ടൻ ധൈര്യമായിട്ടിരിക്കേ. എനിക്കിവിടെ സുഖം തന്നെയാ. എന്റെ പൊന്നൂനെ നല്ലോണം ഒന്ന് കണ്ടിട്ട് എത്ര നാളായടാ. അയ്യോ, ഒന്നും കൊണ്ടുവന്നില്ലല്ലോ നിനക്ക് മാമൻ. മാമന്റെ ഒരു മറവി. വിശക്കുന്നു മാമ. ചുമ്മാ പറയുന്നത് ഏട്ടാ, അവളിപ്പോ കഴിച്ചതേ ഉള്ളൂ. നേരാണോ മോളെ? 2 ബിസ്ക്കറ്റ്. വേറൊന്നും കഴിച്ചില്ല? അമ്മ പാലുണ്ടാക്കാൻ തുടങ്ങിയപ്പോ കിച്ചണിലെ ആന്റി വന്ന് അതെടുത്ത് മറിച്ച് കളഞ്ഞു. എന്റെ അനിയത്തിക്കും കുഞ്ഞിനും ഇവിടെ സുഖം അല്ലേ? പരമസുഖം. ഏട്ടനോട് ഞാൻ വേറെന്താ പറയേണ്ടത്? ആ മനസ്സോടെ വിഷമിപ്പിച്ചിട്ട് എന്താ ഗുണം ഏട്ടാ? എന്തിനാ മോളെ നീ ഇവിടെ ഇങ്ങനെ? വാ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. ഇല്ല, ഞാൻ വരില്ല ഏട്ടാ. പിന്നെ എനിക്കിവിടെ ജീവിക്കണം ഏട്ടാ. ഇവിടെ അല്ലാതെ മറ്റൊരിടത്തും എനിക്കിനി ഒരു ജീവിതം ഉണ്ടാവില്ല. പക്ഷെ എന്തിന്? ഉടഞ്ഞു പോയ ഒരു ചില്ല് പ്രതിമ പോലെ ഏട്ടാ എന്റെ ജീവിതം. എത്രയൊക്കെ സൂക്ഷിച്ച് പെറുക്കി കൂട്ടി വെച്ചാലും പിന്നെയും ചില ഭാഗങ്ങൾ യോജിക്കാതെ കിടക്കും. ഒരിക്കലൊന്നുടഞ്ഞ പിന്നെ പഴയ ഭംഗി ഉണ്ടാവില്ല ഏട്ടാ പെണ്ണിന്റെ ജീവിതത്തിന്. തെറ്റായി പോയി മോളെ. അവന് നിന്നെ വേണ്ടെന്ന് മനസ്സിലായിട്ടും കെട്ടിയേൽപ്പിക്കാൻ ശ്രമിച്ചത്. സ്നേഹവും വിശ്വാസമൊന്നും അങ്ങനെ പിടിച്ചു വാങ്ങേണ്ട സംഗതിയല്ലല്ലോ. വഴി പിഴച്ചവളെന്ന് അധിക്ഷേപിച്ച് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടിയ ഒരു ഭീരുവിന്റെ മുഖം. എന്നെ സംബന്ധിച്ചിടത്തോളം അതാ ഭർത്താവ്. അവിടെ നിന്ന് സ്നേഹമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഏട്ടാ. പക്ഷേ എന്റെ ഗോപമോൾക്ക് അത് വേണം. അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ഞാൻ തയ്യാറാ. എന്ത് ത്യാഗവും. മാനസയെ കണ്ടു പിന്നീട്? സ്റ്റേഷനിൽ വന്നിരുന്നു എന്നെ കാണാൻ. ജാമ്യം കിട്ടിട്ട് പിന്നീട് ഏട്ടൻ കണ്ടിട്ടില്ലേ? സാവകാശം കിട്ടിയില്ല. ഏട്ടൻ ആദ്യം പോകേണ്ടിയിരുന്നത് മാനസയെ കാണാനായിരുന്നു. നമ്മുടെ കുടുംബത്തിന് വേണ്ടി സ്വന്തം ജീവിതം പണയം വെച്ചവളല്ലേ ഏട്ടാ മാനസ. ഇതിനു മുൻപ് കണ്ടോ കേട്ടോ പോലും പരിചയമില്ലാത്തവർക്ക് വേണ്ടി ഇന്നത്തെ കാലത്ത് ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യോ ഏട്ടാ? ഇനി മാനസയെ രക്ഷിക്കാൻ ഏട്ടന് മാത്രമേ കഴിയൂ. പറയേ, എന്താ ഏട്ടന്റെ തീരുമാനം? അക്കാര്യത്തില് ഞാൻ വ്യക്തമായൊരു തീരുമാനം എടുത്തിട്ടില്ല അംബികെ. അങ്ങനെ ഒരു ഒഴുക്കം മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടാ. നമ്മുടെ കാര്യത്തിൽ അങ്ങനെ ഒരു നിലപാടല്ല മാനസ സ്വീകരിച്ചത്. മരിച്ചുപോയ നമ്മുടെ എന്റെ ഈ താലിച്ചരടിലൂടെ രക്ഷപ്പെട്ടത്.
എന്നോട് ഈ കുഞ്ഞു പെങ്ങൾ ഒരു വിവാഹ സമ്മാനം ആവശ്യപ്പെടുക. തരാൻ പറ്റില്ലെന്ന് മാത്രം പറയരുത്. പറയേട്ട തരൂന്ന്. തരാം. എങ്കി ഗോപുമോളുടെ തലയിൽ കൈവച്ച് വാക്ക് പറയേ, മാനസയെ മാത്രമേ വിവാഹം കഴിക്കൂന്ന്. വാക്ക് വാക്ക്. ആരാടി ഈ നായെ വിളിച്ച് വീട്ടിൽ കയറ്റിയത്? നിന്നെ കൊണ്ട് എന്നെ പൊറുതി മുട്ടിയിരിക്കുക ഇവിടെ. അതിന് പറയാം ഓരോ അലവലാദികൾ കയറി നിറങ്ങുന്നത്. വേണുഗോപ, നിന്നോട് ഞാനൊന്നും സംസാരിച്ചില്ല. നീയൊക്കെ കൂടി ഭാര്യയെന്നും പറഞ്ഞ് എന്റെ തലയെ കെട്ടിവെച്ച ശവത്തോടെ ഞാൻ ഈ പറയുന്നത്. വേണു, എന്നോട് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അതെല്ലാം മറക്കണം, പൊറുക്കണം, പ്ലീസ്. മറക്കുകയും പൊറുക്കുകയും ചെയ്യാടാ. നീ എന്റെ ശരീരത്തിലുണ്ടാക്കിയ മുറിവ്. പക്ഷേ ഈ കുടുംബത്തിന് മേല് നീ ഉണ്ടാക്കിയ മുറിവ് അത്ര എളുപ്പം മാഞ്ഞു പോവില്ല. അത്ര എളുപ്പമൊന്നല്ല എന്റെ ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെടുന്നവരെ. എത്രയും വേഗം ഇറങ്ങി പോകുന്ന നിൽക്കുന്നല്ലേ, അല്ലെങ്കിൽ എന്റെ കൺട്രോൾ പോവും. ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ഇനി ഇങ്ങനെ ഉണ്ടായ ഇറങ്ങി പോകുമ്പോ പെങ്ങളെയും കുഞ്ഞിനെയും കൂടെ കൂട്ടിക്കോണം. വേണു, എന്ത് ധൈര്യമായിട്ടാണ് എനിക്ക് പടിയ വിട്ടാൻ? നല്ലത് രണ്ടെണ്ണം കൂടെ കൊടുക്ക സാറേ. ആ, അങ്ങനെ. നിന്നെ എന്റെ കയ്യിലൊന്ന് കിട്ടാൻ നോക്കിയിരിക്കാനാ ഞാൻ. അയ്യോ അച്ഛാ, ഏട്ടനെ ഒന്നും ചെയ്യില്ലേ അച്ഛാ. അച്ഛാ. ഹ! ആരാടി നിന്റെ അച്ഛൻ? പോയിട്ട് പൂജിക്കാൻ വേണ്ടി ഞാൻ എന്റെ മോനെ കൊല്ലാൻ നോക്കിയവനെ. ഈ പടിക്ക് പുറത്ത് നീ കാലുകുത്തിയ പിന്നെ തിരിച്ചിങ്ങോട്ട് കയറണ്ട. വേണുഗോപനെ ഈ പറയുന്നേ. അമ്മ ഇപ്പൊ ഇങ്ങോട്ട് പോണ്ട, അവിടെ നിൽക്ക്. വേണ്ടെന്ന് പറ. ഒറ്റത്തവണ കൂടി ഇത് ആവർത്തിച്ചാൽ പുറത്താകുന്നത് നിന്റെ പെങ്ങളും കുഞ്ഞുമായിരിക്കും. കൊതുക് മുള്ളുന്ന ഒരു ശബ്ദം പോലും ഇവിടെ കേട്ടുപോകരുത്. കേറി പോയാത്ത്
സാവിത്രി. ചേച്ചിക്ക് ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞു. ആ, എനിക്ക് തോന്നി. 2 സമര രീതിയെ അവക്കറിയത്തുള്ളൂ. പൂങ്കണ്ണീരും നിരാഹാരവും. ഇക്കണക്കിനാണേൽ പട്ടിണി കിടന്ന് ചാവത്തേ ഉള്ളൂ അവള്. അച്ഛൻ കഴിക്ക്. കറിയൊക്കെ എങ്ങനെ ഉണ്ടടാ? ആസ് യൂഷ്വൽ. എന്താ പ്രത്യേകത? ഒരു പ്രത്യേകതയുണ്ട്. ഒറ്റയൊരെണ്ണം നാക്കേ വെക്കാൻ കൊള്ളുകയില്ല. എന്നതാ സാറേ കുഴപ്പം? 1,800 രൂപ കൊടുത്ത് വാങ്ങിയ നെയ്മീന അതിന്റെ പുളി ഇറങ്ങിയിട്ടില്ല. അവിയലാണെങ്കിലോ അരപ്പ് വേറെ കഷ്ണം വേറെ. എന്തിനാ അധികം പറയുന്നേ? ചോറാണെങ്കിൽ പകുതി പോലും വെന്തിട്ടില്ല. എന്നും വെക്കുന്ന പോലെ ഞാൻ. എന്നും ഇതൊക്കെ തന്നെയാ വിധി. വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് സഹിക്കുന്നു മാത്രം. മാസം ആദ്യം കാശെണ്ണി കയ്യിലോട്ട് തരാൻ ഒരു ദിവസം വൈകിയോ 10 രൂപ കുറവോ ഉണ്ടായാൽ അപ്പ മാറുമല്ലോ നിന്റെ മുഖം. ആ ശുഷ്കാന്തി എന്താ നിനക്ക് ജോലിയിലില്ലാത്തത്? സാറ് പറയുന്നത് എന്ത് വേണേലും ഞാൻ ചെയ്യാം. നീ തൽക്കാലം പോയി ആ അമ്പി കഴിഞ്ഞ് വിളിച്ചോണ്ട് വാ. ഓ, എന്താ അച്ഛതൊക്കെ? എന്തൊക്കെയായാലും ദേവേനി നമ്മുടെ മനസ്സറിഞ്ഞ് പെരുമാറുന്നവളാ. അതൊക്കെ എനിക്കറിയാമടാ. നീ കണ്ടോ കളി? മക്കൾക്ക് ഇവിടെ സുഖം തന്നെയാണല്ലോ അല്ലേ? ഭക്ഷണമൊക്കെ കൃത്യസമയത്ത് കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? കഴിക്കുന്നില്ലേ? കഴിക്കണം. ആരോഗ്യം കളയരുത്. അത് ഓർമ്മിപ്പിക്കാനാ വിളിച്ചത്. ഇതുപോലെ ഇനിയും പല അംഗവും ജയിക്കാനുള്ളതല്ലയോ? ആണായാലും പെണ്ണായാലും നാണം വേണവഴി. അന്തസ്സുള്ളവരാണെങ്കിൽ അധ്വാനിച്ചിട്ടേ ഭക്ഷണം കഴിക്കൂ. ദിവസം 2 ആയില്ലേ നീ ഇവിടെ ഒന്ന് കൂടിയിട്ട്? ഇതുവരെ കമന്ന് കിടക്കുന്ന ഒരു പ്ലാവിലെ മലത്തി വെച്ചിട്ടുണ്ടോടി നീ? തീറ്റയും കുടിയുമായിട്ട് രണ്ടും ഇവിടെ തന്നെ കൂടുമ്പോ എന്തെങ്കിലും പണിയും കൂടെ ചെയ്യണ്ടേടി. ഇതൊരുമാതിരി തൊഴിലുറപ്പുമാരുടെ കൂട്ട്. ഹോ, നിന്നോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഈ കാര്യം? അധ്വാനിച്ചിട്ട് എന്തോ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ നിൽക്കുന്ന ഒരു കൊച്ചിനെ അല്ലാതെ. കരഞ്ഞു കാണിച്ചിട്ടൊന്നും കാര്യമില്ല. ഇവിടെ തന്നെ കൂടാൻ തീരുമാനിച്ച സ്ഥിതിക്ക് നീയും കൊച്ചുമൊക്കെ പണി ചെയ്തേ പറ്റുമോ ഇല്ലയോ? വാ തുറന്ന് വർത്താനം പറയണം. ബദിരമൂക ഭാഷയൊന്നും എനിക്ക് വശമില്ല. ചെയ്തോളാം ഞാൻ. രാവിലെ വീടടിച്ചു തുടയ്ക്കണം. മിറ്റം തൂത്ത് വൃത്തിയാക്കി ഇടണം. രാവിലെയും വൈകിട്ടും ഗാർഡൻ നനയ്ക്കണം. ആ, അതൊക്കെ വേണമെങ്കിൽ ഇതിനെ കൊണ്ടങ്ങ് ജയിക്കാനുള്ളതേ ഉള്ളൂ. അടുക്കളപ്പണിയാണ് പ്രധാനം. നാക്കി വെക്കാൻ കൊള്ളാവുന്ന വല്ലതുമൊക്കെ വെച്ചുണ്ടാക്കണം. അത് കൃത്യമായി ചെയ്യിക്കേണ്ട ചുമതല ദേവയാനിക്കാണ്. ഏതേലും കറി മോശമായിട്ട് കണ്ട ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വരുത്തിക്കും ഞാൻ. എന്നിട്ട് അതിനുള്ള പണം ദേവയാനിയുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കും. അയ്യോ എന്റെ പൊന്നു സാറെ, ചതിക്കല്ലേ. ഞാനും അച്ഛനില്ലാത്ത 2 പിള്ളേരും കൂടി കഞ്ഞി കുടിച്ചു പോകുന്നത് ഇവിടുന്ന് കിട്ടുന്ന പണം കൊണ്ടാ. പണം തരികയില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ദേവയാനി. ഇവളെ കൊണ്ട് പണികളൊക്കെ കൃത്യമായിട്ട് ചെയ്യിച്ചാൽ 1 നോട്ട് പോലും കുറയാതെ ശമ്പളം ഉള്ളം കയ്യിലോട്ട് വെച്ച് തരും. എന്നാലും സാറേ, അരവിന്ദാക്ഷന് വാക്കൊന്നേ ഉള്ളൂ എന്ന് ദേവയാനിക്ക് അറിയാമല്ലോ. ആ, നീ എന്തോ കാണാൻ നിൽക്കുക? ആ പിത്തം പിടിച്ച നരന്ത് കൊച്ചിങ്ങനെ വായിന്ന് വെള്ളം ഒലിപ്പിച്ച് ഈ തീന്മേശയുടെ അടുത്ത് നിന്നാലേ ബാക്കിയുള്ളവന് വല്ല വയറ്റുവേദനയും വരും.
അച്ഛനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ട പണി ദേവയാനി ചെയ്തോളും. അച്ഛൻ ആരാടാ മോനെ? കൊണ്ടുപോവായിരുന്നില്ല എന്നെ കൂടെ. ഒരു മെഴുകുതിരി പോലെ ഞാൻ എരിഞ്ഞു തീരാൻ വേണ്ടി മാത്രം. എന്തിനാ ഇങ്ങനൊരു ജീവിതം കൂടി മാത്രം ബാക്കി വെച്ചത്? കയ്യെ പിടിച്ച് ഓടി നടക്കാൻ ഉണ്ടായിരുന്നില്ലല്ലോ നിങ്ങള്. മനസ്സൊന്ന് പടച്ചപ്പോ കാവലാവായിരുന്നില്ലേ നിങ്ങക്ക്? അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്ന ധൈര്യം പോലും ഇല്ലായിരുന്നു ഈ മൈനയ്ക്ക്. അല്ലെങ്കിൽ കൂടെ വന്നേനെ ഞാൻ. ആ കുപ്പിലെ വെള്ളവേ ഇത്ര ഒഴിക്കണ്ട. പരസ്യത്തിലൊക്കെ കണ്ടിട്ടില്ലേ ഒരു തുള്ളി മതിയെന്ന്? പരസ്യത്തിൽ അങ്ങനെയൊക്കെ പറയും ചേച്ചി, പക്ഷെ നല്ലതുപോലെ വൃത്തിയാവുകയല്ല. നീ എന്നെ വൃത്തി പഠിപ്പിക്കുന്നോടി. എന്റെ സാമ്രാജ്യം ഇത്. ഇവിടെ ഞാൻ പറയുന്നത് അവസാന വാക്ക്. ആ പാത്രത്തില് കുറച്ചുകൂടെ നിറച്ചൊഴിച്ചാലേ നിന്റെ കയ്യിലെ വളയങ്ങ് ഊരിപ്പോവോ? കഴുകി കഴിയുമ്പം ഭക്ഷണത്തിന്റെ ഒരു തരിയെങ്കിലും ആ പാത്രത്തിൽ ഇരുന്നാ നിന്റെ മോന്തക്കിട്ട് ഒരേക്കും ഞാൻ ആ പാത്രം നല്ല വൃത്തിയായി കഴുകി തുടച്ചു വെച്ചു. അത് കഴിഞ്ഞു വേണം ഉച്ചക്കത്തേനുള്ളൊക്കെ റെഡിയാക്കാൻ. വിശക്കുന്ന അമ്മേ. ഇപ്പൊ തരാം മോളെ. എന്നതാ സാറേ, എന്ത് പറ്റി? ഇവളോടെ തന്നെ ചോദിക്കേ. നാക്കി വെക്കാൻ കൊള്ളാത്ത സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഉപ്പുമാവാണത്രേ. ഉപ്പ് മാത്രമേ ഉള്ളൂ. ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി തരാ സാറേ. വേറെ ഉണ്ടാക്കിയാലും ഇല്ലേലും ആ കാശ് നിന്റെ ശമ്പളത്തിൽ നിന്ന് പോക്കാ ദേവയാനി. അയ്യോ എന്റെ ദൈവമേ. ഇങ്ങനെയാണെങ്കിൽ മാസാവസാനം കാശ് ഇങ്ങോട്ട് വരേണ്ട അവസ്ഥ ഉണ്ടാവും നിനക്ക്. എടി സോമദ്രോഹി, നോട്ടക്കടി അങ്ങോട്ട്. ഈ കുട്ടിച്ചാത്തനെ കൊണ്ട് വന്നിരിക്കുന്നത് എന്നോടുള്ള വൈരാഗ്യത്തെ മനപ്പുറം ചെയ്തല്ലേ നീ? നിന്നെ ഞാൻ ഈ കുട്ടിച്ചാത്തന്റെ വായിലോട്ട് ഭക്ഷണം തിരികെ കേട്ടാനോടി നീ ഇത്ര തിരക്കിട്ട് പണിയൊക്കെ തീർത്തത്? സത്യമായിട്ടല്ല ചേച്ചി, ഞാൻ അറിഞ്ഞോണ്ടൊന്നും ചെയ്തിട്ടില്ല. അറിഞ്ഞാണെങ്കിലും അറിയാതെ ആണെങ്കിലും നീ ഇനി ഇത് ആവർത്തിക്കരുത്. തന്നാലേ ശരിയാകത്തുള്ളൂ. എന്റെ അമ്മ ചെയ്യല്ലേ. ഈ അസത്തിനെ ഇങ്ങോട്ട് മാറ്റില്ല നീ. കയ്യിന്ന് നീ എന്നാ വേണേലും ചെയ്തോ, പക്ഷെ മുറിവും ചതവും ഒന്നും പുറത്ത് കാണരുത്. ഞാൻ പറയാതെ നീ പച്ച വെള്ളം പോലും കൊടുത്തു പോകരുത് രണ്ടിനും. സാറ് പറഞ്ഞില്ലേലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ.
ഒരുപാട് നൊന്തു അമ്മേ. സുഷമ, തികച്ചും പേഴ്സണലായ ഒരു കാര്യമായതിനാലാണ് ഓഫീസ് പ്രൊമൈസസ് വേണ്ടെന്ന് വെച്ചത്. സുഷമയ്ക്കറിയാലോ എൻ്റെ ഫാമിലിയിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ. അതിൽ സുഷമ കൂടി ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ ആയതുകൊണ്ടാണ് സുഷമയോട് തന്നെ ഇക്കാര്യം പറയാമെന്ന് ഞാൻ തീരുമാനിച്ചത്. സാധുവായ ഒരു പെൺകുട്ടിയും കുഞ്ഞും അനാഥരാകാതിരിക്കാൻ വേണ്ടിയാണ് എൻ്റെ അനിയത്തി അവളുടെ ജീവിതം തന്നെ പണയം വെച്ചത്. എന്റെ സഹോദരി ആർക്കു വേണ്ടി അത് ചെയ്തോ അവളുടെ സഹോദരൻ കാരണം എന്റെ അനിയത്തിയുടെ ജീവിതം തകരാൻ പോവുകയാണ്. ഈ ഗെയിം തുടങ്ങി വെച്ചത് മാനസയാണെങ്കിലും അത് പൂർത്തിയാക്കാൻ അവളെ സഹായിച്ചത് സുഷമയാണ്. സുഷമയുടെ സുപ്പീരിയർ ഓഫീസറായ എന്റെ കൂടി കണ്ണു കെട്ടിയുള്ള ഒരു കളിയായിരുന്നു അത്. പക്ഷേ സുഷമ, ഏത് ഗെയിമും തുടങ്ങി വെക്കുന്നയാൾക്ക് അത് പൂർത്തിയാകുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് സങ്കല്പിക്കാനുള്ള ശേഷി കൂടി ഉണ്ടാവണം. കണ്ണു കെട്ടിക്കൊണ്ട് കത്തിയെറിയാൻ ആർക്കും പറ്റും. പക്ഷേ എതിർവശത്ത് നിൽക്കുന്ന ആളുടെ ദേഹത്ത് കൊള്ളാതെ അത് കറക്റ്റ് പൊസിഷനിൽ തറയ്ക്കുമ്പോൾ മാത്രമേ അതൊരു പെർഫെക്റ്റ് ഗെയിം ആവുന്നുള്ളൂ. സുഷമ എറിഞ്ഞിരിക്കുന്ന കത്തി ഇപ്പൊ തറച്ചിരിക്കുന്നത് എന്റെ നെഞ്ചിലാണ്. ഈ ഒരു പൊസിഷനിൽ എന്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ സുഷമയോട് ഇങ്ങനെയാവില്ല സംസാരിക്കാൻ. അത് സുഷമയ്ക്ക് നന്നായി ഓർമ്മ വേണം. ഞാനിപ്പോ എന്ത് വേണമെന്നാണ് സാർ പറയുന്നത്? സിദ്ധാർത്ഥൻ, എനിക്ക് അവനെ വേണം, അറ്റ് എനി കോസ്റ്റ്. മുത്തച്ഛ, സുഖമാണോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് എനിക്കറിയാം. നിനക്ക് അസുഖമൊന്നുമില്ലല്ലോടാ മോനെ? ശരീരത്തിനല്ല മുത്തശ്ശ അസുഖം, മനസ്സിനാ. ഒരു കനല് കിടന്ന് എരിയുക, എത്രയായിട്ടും അതങ്ങോട്ട് അണയുന്നില്ല. അണയ്ക്കരുത്, കെടാതെ ഊതി കത്തിച്ചുകൊണ്ടിരിക്കണം നിമിഷം തോറും. ഒടുക്കം ആ കനലിൽ നിന്നൊരു അഗ്നിജ്വാല ഉയരും. ശത്രുക്കൾക്കായി നാം പണി തീർക്കുന്ന അരക്കില്ലത്തിന് കൊളുത്താനുള്ള ഒരു അഗ്നിജ്വാല. ഞാനൊന്ന് പുറത്തിറങ്ങിക്കോട്ടെ മുത്തശ്ശ, പക്ഷേ അതുവരെ അവിടെ കാത്തോണം. മൈനെ, വാക്ക്. ആരാത്? ഒരു പാവം പോലീസുകാരനാണേ. സിദ്ധാർത്ഥനല്ലേ? അതെ. വന്നേ, ഒരു കാര്യം പറയട്ടെ. എന്താ കാര്യം? സാറ് വിളിക്കുന്നു. ഏത് സാറ്? വാ. ഏത് സാറാണെന്ന് അങ്ങോട്ട് ചെല്ലുമ്പോ കാണാലോ. വാ വാ. സർ, സിദ്ധാർത്ഥന് എന്നെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഉണ്ട്. എങ്ങോട്ടോ യാത്രയിലാണെന്ന് തോന്നുന്നല്ലോ. എങ്ങോട്ടാണെന്ന് പറ. അത് വേണ്ട, ഞാൻ പോയിക്കോളാം. അങ്ങനെ അങ്ങ് പോയാലെങ്ങനെ സിദ്ധാർത്ഥ? ഈ തമ്പിയണ്ണനൊരു വാക്ക് പറഞ്ഞു പോയില്ലേ, ഇനി മാറ്റാൻ പറ്റില്ല. കേറ് സിദ്ധാർത്ഥ, നമുക്ക് കഥകളൊക്കെ പറഞ്ഞ് അടിച്ചു പൊളിച്ചങ്ങ് പോവാന്നേ. കേറ്. കഥ വേണം. ഏത് കഥയുടെ കുട്ടന് കേൾക്കേണ്ടത്?
അന്ന് പറഞ്ഞില്ലേ രാജകുമാരന്റെ രാജകുമാരിയുടെ കഥ? അത് അന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ? അവസാനം പറഞ്ഞില്ല. എന്ത്? രാജകുമാരനും രാജകുമാരിയും കല്യാണം കഴിക്കുമെന്ന്. അതെനിക്ക് ഇപ്പോഴും അറിയില്ല മോളെ. അപ്പൊ കല്യാണം കഴിക്കില്ലേ? കല്യാണവും മധുവിധവും ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ കഥ. ചേച്ചി, ഞാൻ കുട്ടികൾക്ക് കയറി ഇറങ്ങാനും കിടന്നുറങ്ങാനും പറ്റിയ മുറി, കട്ടിലിനടിയിലും കട്ടിലിന്റെ പിന്നിലും ഒക്കെ എത്ര പേരുണ്ടെന്ന് ആർക്കറിയാം? വാടി ഇങ്ങോട്ട്. ഇറങ്ങ. മാഡം, എവിടുന്ന് കിട്ടി? ആളൊരു ബസ് കാത്തിരിക്കുമായിരുന്നു. ബസ്സിന് പകരം ജീപ്പ് തരാമെന്ന് ഞാനങ്ങ് പറഞ്ഞു. ആദ്യം ഒന്ന് മടിച്ചു, പിന്നെ കൂടിങ്ങി പോന്നു. അല്ലെങ്കിൽ തന്നെ എത്തിച്ചേരേണ്ട സ്ഥലം ഇനിയും തീരുമാനിച്ചിട്ടില്ലാത്ത ആൾക്ക് എങ്ങോട്ട് പോയാലെന്താ? അല്ലടോ, താനാകെ മൂഡ് ഔട്ട് ആണല്ലോ. ആ, എന്തു പറ്റി? തമ്പി പോയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വാ. ഞാനേ ഈ ചെക്കന്റെ മൂഡ് ഔട്ട് ഒക്കെ ഒന്ന് മാറ്റിയെടുക്കട്ടെ. സർ, താനിരിക്കെ. എന്തായിരുന്നു പരിപാടി? ഒരു ഒളിച്ചോട്ടം? ഒളിച്ചോടിയാൽ ഇയാൾ എവിടം വരെ പോവടോ? എന്തെല്ലാം ഇവിടെ ഉപേക്ഷിച്ചു പോയാലും കൂടെ കയറി പോരുന്ന മറ്റു ചില സംഗതികളുണ്ട്.